ശ്രീ വി കെ പ്രശാന്ത്. സർ, തിരുവനന്തപുരം നഗരത്തിലെ ടൂറിസ്റ്റ് വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ചാണ് എൻ്റെ സബ്മിഷൻ. സർ, നമ്മുടെ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധിയായിട്ടുള്ള വികസന പദ്ധതികൾ നഗരത്തിൽ നടപ്പാക്കി വരികയാണ്. അതിനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്യുന്നു. സർ, നമ്മുടെ മാനവീയം വീതി, അതുപോലെ തന്നെ അയ്യങ്കാളി ഹാളിന് സമീപത്തുള്ള റോഡ്, ശംഖുമുഖം ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് സെൻറ്റർ, ആക്കുളം അഡ്വഞ്ചർ ടൂറിസം പാർക്ക്, ഇവിടങ്ങളിലൊക്കെ നമ്മൾ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. സർ, അവിടുത്തെ വികസന പരിപാടികൾ ത്വരിതപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കേണ്ടതായിട്ടുണ്ട്. സർ, അതുപോലെ തന്നെ ശംഖുമുഖം അതുപോലെ തന്നെ ശംഖുമുഖം ഉൾപ്പെടെ MG കോളേജിന് മുൻവശത്ത് ഫുഡ് സ്ട്രീറ്റ് ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഭാഗമായി നടപടികൾ സ്വീകരിക്കുമെന്നുള്ളത് ഞാൻ ഇതിൻ്റെ സബ്മിഷൻ്റെ ഭാഗമായി ഉന്നയിക്കുകയാണ്. സർ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഹെറിറ്റേജ് വാക്ക് ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കുമെന്നും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താൻ നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. സർ, അയ്യങ്കാളി ഹാളിന് മുമ്പിൽ നൈറ്റ് ലൈഫ് പദ്ധതി ഉൾപ്പെടെ ഏർപ്പെടുത്തുമെന്നുകൂടി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. സർ, തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. സർ, വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ കൂടി അവിടെ ഒരുക്കുന്നതിനാവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തണമെന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. പോലീസ് എയ്ഡ് പോസ്റ്റും ക്യാമറ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. അപ്പോൾ മാനവീയ മോഡലിൽ കൂടുതൽ സ്ഥലങ്ങൾ അങ്ങനെ വരുന്നത് ഈ നഗരത്തിലേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് ഗുണകരമാവും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വരുന്ന ആളുകളെ ഇത്തരം സെൻറ്ററുകളിലേക്ക് കൂടി എത്തിക്കാൻ വേണ്ടി കൂടിയുള്ള പദ്ധതികൾ കൂടി ആവിഷ്കരിക്കുന്നത് നന്നായിരിക്കും. സർ, ഇവിടങ്ങളിലെ മതസ്ഥാപനങ്ങളുടെ മുൻവശം ഇത്തരം ക്രമീകരണങ്ങളുടെ ഭാഗമായി ഒരുക്കുമ്പോൾ പ്രത്യേകമായിട്ടുള്ളൊരു കരുതൽ കൂടി നടത്തണമെന്നുകൂടി ഈ സബ്മിഷനിലൂടെ ഞാൻ ഉന്നയിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്നുള്ളതാണ് എൻ്റെ സബ്മിഷൻ്റെ ഉള്ളടക്കം. യെസ്, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി. സർ, തിരുവനന്തപുരം നഗരം ഇപ്പോൾ തലസ്ഥാന നഗരി എന്നുള്ള അപ്പുറത്തേക്ക് ഒരു ഫെസ്റ്റിവൽ സിറ്റിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു വർഷത്തിൽ ഒട്ടുമിക്ക മാസങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഒരു ഫെസ്റ്റിവൽ, ഒരു ഒത്തുചേരൽ തിരുവനന്തപുരം നഗരത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഓണാഘോഷമായാലും ഇപ്പോൾ കേരളീയമായാലും പുതുവത്സര ആഘോഷത്തിൻ്റെ ഭാഗമായുള്ള പരിപാടികളായാലും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്ന സഞ്ചാരികളെ, പ്രത്യേകിച്ച് വിദേശ സഞ്ചാരികൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സഞ്ചാരികൾ, നമ്മുടെ സംസ്ഥാനത്തെ തന്നെ മറ്റു ജില്ലകളിൽ നിന്നും തലസ്ഥാന നഗരിയിലേക്ക് വരുന്നവർ, അവർക്ക് വലിയ നിലയിൽ ആഹ്ലാദം നൽകുന്ന അവർക്ക് വലിയ നിലയിൽ ആഹ്ലാദം നൽകുന്ന നിലയിലേക്ക് നമ്മുടെ നഗരത്തെ മാറ്റേണ്ടതുണ്ട്. ആ ലക്ഷ്യത്തോടു കൂടി വൈവിധ്യമാർന്ന പദ്ധതികൾക്ക് ടൂറിസം വകുപ്പ് രൂപം നൽകിയിട്ടുണ്ട്. വിവിധ വകുപ്പുകളുമായും തിരുവനന്തപുരം കോർപ്പറേഷനുമായും ചേർന്ന് നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. സർ, ഇവിടെ ബഹുമാനപ്പെട്ട MLA പ്രശാന്ത് കാര്യങ്ങൾ സൂചിപ്പിച്ചു. അദ്ദേഹം നേരത്തെ നഗരപിതാവ് കൂടിയായ ആളാണ്. ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ മുക്കുമൂലയെ അറിയുന്ന, നഗരം കലക്കി കുടിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. പല ചർച്ചകളും നഗരത്തിലെ MLA മാരുമായും ജില്ലയിലെ മന്ത്രിമാരുമൊക്കെയായി നടത്തിയിട്ടുണ്ട്. പൊതു ഇടങ്ങളെ ആകർഷകവും ജനസൗഹൃദവുമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ പദ്ധതികൾക്ക് രൂപം നൽകുന്നത്. ഇപ്പോൾ നമ്മുടെ തൊഴിൽ രീതികളിലും സമയങ്ങളിലുമൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. സാർ, നേരത്തെ ഒരു വീട്ടിൽ രക്ഷിതാക്കൾ ജോലി കഴിഞ്ഞ് വന്നാൽ വൈകുന്നേരം ഒരു ഫസ്റ്റ് ഷോ സിനിമക്ക് പോകും. ഇന്ന് ജോലി കഴിഞ്ഞ് വരുന്ന സമയം വൈകുന്നേരമല്ല, രാത്രിയാണ്. ഒരു 7:30-8 മണിയാവും എത്താൻ. നമ്മുടെ നഗരങ്ങളിലൊരു പ്രശ്നം, കുടുംബമായി അല്ലെങ്കിൽ കൂട്ടുകാരൊത്ത് ഒന്ന് പോകാനുള്ള ഇടം നമ്മുടെ നഗരങ്ങളിൽ കുറവാണ്. ഒന്ന് ജനസാന്ദ്രത കൂടുതലാണ് നമ്മുടെ സംസ്ഥാനത്തിൽ. ഇപ്പോൾ ഈ പേരൊക്കെ നൈറ്റ് ലൈഫ് എന്ന് കൊടുക്കാം. യഥാർത്ഥത്തിൽ കുടുംബവുമായി ഒത്ത് അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ഒത്തൊക്കെ വന്നിരിക്കാനും കുറച്ചധികം സമയം ചെലവഴിക്കാനും സാധ്യമാകുന്ന ഇടങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നഗരങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട്. രാത്രി 12 മണി വരെയൊക്കെ ആളുകൾ കുടുംബമായിട്ട് ഇരിക്കണം. ഇപ്പോൾ പല ബീച്ചുകളെടുത്ത് പരിശോധിച്ചാൽ കാണാം സാർ, രാത്രി 12 മണി വരെയൊക്കെ ഫാമിലിയായി ആളുകൾ ഇരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ലിഷർ കേന്ദ്രങ്ങൾ സജ്ജമാക്കുക എന്നുള്ളത് പ്രധാനമാണ്. നഗരത്തിലെ പ്രധാനപ്പെട്ട മാനവീയം വീതി ഒരു സാംസ്കാരിക ഇടനാഴി കൂടിയായി മാറി. അവിടെ പോയവർക്ക് അതിൻ്റെ ട്രെൻഡ് പൊതുവെ മനസ്സിലാക്കാനാകും. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, സ്മാർട്ട് സിറ്റി കോർപ്പറേഷൻ, ജില്ലാ ഭരണകൂടം, പോലീസ് എന്നിവരുടെ സഹകരണത്തോടെ മികച്ച നിലയിൽ നഗരം രാത്രിയിലും ജനനിബിഡമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണം സാധ്യമാക്കുന്ന ഇവിടെ സൂചിപ്പിച്ച അയ്യങ്കാളി ഹാൾ റോഡ് ആകർഷകമാക്കി മാറ്റുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അത് മറ്റാർക്കും ഒരു പ്രയാസമില്ലാത്ത നിലയിൽ തന്നെ എല്ലാവരുമായി ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും അത് നടപ്പിലാക്കുക. ആളുകൾക്ക് നല്ല നിലയിൽ നടക്കാനുള്ള വാക്ക് വേ, ഇരിപ്പിടങ്ങൾ, ഈ സൗകര്യങ്ങളാണ് അവിടെ ഒരുക്കുക. സ്മാർട്ട് സിറ്റിയുമായും തിരുവനന്തപുരം കോർപ്പറേഷനുമായും സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെയുള്ളവരുമായി ഇത് ചർച്ച നടത്തി കഴിഞ്ഞു. നഗരത്തിലെ ചില പാർക്കുകളെ കൂടി ഇത്തരം പദ്ധതികളുടെ ഭാഗമാക്കാൻ ആലോചിക്കുന്നുണ്ട്.
തിരുവനന്തപുരം കോർപ്പറേഷനുമായി നടത്തിയ ചർച്ച വളരെ പോസിറ്റീവായിരുന്നു. നഗരത്തിലെ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളും മഹാന്മാരുടെ പ്രതിമകളും ആകർഷകമാക്കാനുള്ള പദ്ധതിയും നടപ്പിലാക്കിയിട്ടുണ്ട്. പ്രധാന വ്യക്തികളുടെ ജീവിതരേഖ പരിചയപ്പെടുത്തുന്ന തരത്തിലുള്ള ആധുനിക സങ്കേതങ്ങളാണ് ഇതിനായി സജ്ജമാക്കിയിട്ടുള്ളത്. ശംഖുമുഖത്തിൻ്റെ പ്രൗഢി തിരിച്ചെത്തിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും തുടരുകയാണ്. ടൂറിസം വകുപ്പിൻ്റെ കീഴിലുള്ള ഇപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് കേന്ദ്രം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ചെലവിൽ ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് ആരംഭിച്ചത്. അത് തിരുവനന്തപുരം ശംഖുമുഖത്താണെന്ന് വളരെ സന്തോഷത്തോടു കൂടി സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. DTPCയുടെ നേതൃത്വത്തിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ മറ്റ് സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനടുത്ത ആർട്ട് ഗാലറി കൂടി പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ടൂറിസം വകുപ്പ്, DTPC, സ്മാർട്ട് സിറ്റി, ഫുഡ് സേഫ്റ്റി എന്നിവ ചേർന്ന് ഫുഡ് സ്ട്രീറ്റും ശംഖുമുഖത്ത് സജ്ജമാക്കും. അതിനുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഒരു യോഗം ഞങ്ങൾ ചേർന്ന് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് ഇന്ന് വലിയ പ്രശസ്തി നേടിക്കഴിഞ്ഞു. IT മേഖലയ്ക്ക് അടുത്ത ടൂറിസം കേന്ദ്രം എന്ന നിലയിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആ പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ ആക്കുളത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുകയാണ്. ആക്കുളം അഡ്വഞ്ചർ പാർക്കിലെ ഗ്ലാസ് ബ്രിഡ്ജ് പ്രവൃത്തി അന്തിമഘട്ടത്തിലാണ്. അതോടൊപ്പം ബൈപ്പാസ് മുതൽ ആക്കുളം പാർക്ക് വരെ സ്മാർട്ട് സിറ്റി സഹായത്തോടെ റോഡ് സൗന്ദര്യവൽക്കരണത്തിന് തീരുമാനിച്ചിട്ടുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ MLA-മാർക്കും കൂടി ഒരു ദിവസം ഗ്ലാസ് ബ്രിഡ്ജിലൂടെ ഒരുമിച്ച് ഭരണകക്ഷി പ്രതിപക്ഷം കൈകോർത്തുകൊണ്ട് നടക്കാം എന്നുള്ളതും ഞാനൊന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ മുകളിൽ കൂടി നടക്കുമ്പോൾ എന്തായാലും കൈ കുറക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഫറൂഖ് പഴയപാലം പോലെ നമുക്ക് തിരുവനന്തപുരം നഗരത്തിലെ പാലങ്ങൾ ആകർഷകമാക്കുന്ന പദ്ധതിയും ആരംഭിക്കും. അതിന് നിയമസഭയ്ക്ക് തൊട്ടടുത്തുള്ള ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം പാലം, ബേക്കറി ജംഗ്ഷൻ ഫ്ലൈ ഓവർ എന്നിവ ദീപാലംകൃതമാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ട സന്തോഷ വിവരവും ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ തലസ്ഥാന നഗരിയെ കൂടുതൽ ആകർഷകമാക്കാനാണ് ടൂറിസം വകുപ്പ് ആഗ്രഹിക്കുന്നത്. ജില്ലയിലെ മന്ത്രിമാർ, MLA-മാർ, മേയർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഭാരവാഹികൾ, സ്മാർട്ട് സിറ്റി ഉദ്യോഗസ്ഥർ എല്ലാവരുടെയും സഹകരണം ഇതിൽ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരെയും യോജിപ്പിച്ച് നിർത്തി തിരുവനന്തപുരം നഗരത്തെ ഒരു പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ സിറ്റി എന്നുള്ള പ്രാധാന്യത്തോടു കൂടി കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ടൂറിസം വകുപ്പ് ആഗ്രഹിക്കുന്നതെന്ന് കൂടി സഭയെ അറിയിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്.